സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടെ എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ക്ലാസ്സിലേക്ക് എവരെയും ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ പാടിയ പാട്ടൊക്കെ വളരെ മനോഹരമായ പാട്ട്. ആദ്യം പാടിയ പാട്ട് വളരെ സന്തോഷം നൽകുന്നതായിരുന്നു. യേശു നായക, പാപശാപനാശക, വീണ്ടെടുത്ത നിഞ്ജനത്തിന് ആത്മനായക. പ്രൈസ് ദി ലോർഡ്. ഇത് മുണ്ടക്കൻ ജോണുപദേശി പാടിയ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പാട്ടാണ് യേശു നായക, പാപശാപനാശക. അദ്ദേഹത്തെ അങ്ങനെ എല്ലാവർക്കും അറിയാമോ, ഓർമ്മയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ഈ പാട്ട് വളരെ ഫെമിലിയറാണ്. എഴുതിയ ആളെ അറിയില്ലെങ്കിലും പാട്ട് വളരെ ഫെമിലിയറാണ്. ഞാനിപ്പോൾ അതൊന്ന് പറഞ്ഞു വെച്ചത് നമുക്ക് പിന്നീട് ആവശ്യമായി വരും. അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഇടത്ത് നമ്മുടെ പഠനം ഇന്ന് ആരംഭിക്കാം. അതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആമേൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആരാധന എന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ വന്നു. ഇതിന്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിന്റെ ഉപദേശ സംബന്ധമായ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ചില പദങ്ങളിൽ ഒന്നാണ് ആരാധനയും വിടുതൽ ശുശ്രൂഷയും. കുറച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ ആരാധിച്ച് വിടുതലെടുക്കുക എന്നുള്ളത്. അതുപോലെ നമ്മെ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദം നമ്മൾ മുൻകാലങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിച്ചു. ഇക്കാലങ്ങളിൽ അർത്ഥശൂന്യമായ നിലയിലാണ് ആ പദം ഉപയോഗിക്കുന്നത്. അത് ആരാധന തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഏതെങ്കിലും ഒരു ലോക്കൽ സഭയുടെ അംഗങ്ങളായിരിക്കുമല്ലോ. ആ പ്രാദേശിക സഭയിൽ വഴിയെ പോകുന്നവർക്ക് ഇത് ഇന്ന സഭയാണെന്ന് അറിയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും. IPCയോ ചർച്ചകോട് ഷാരോനോ ബ്രദറിനോ TPMോ ഏതുമായിക്കൊള്ളട്ടെ. എന്നിട്ട് അവിടുത്തെ ശുശ്രൂഷയുടെ ക്രമം കൊടുക്കുമ്പോൾ സൺഡേ സ്കൂൾ ഇന്ന സമയം വരെ, ഭവന പ്രാർത്ഥനകൾ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 6:30 മുതൽ 8:30 വരെ, ആരാധന ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ എന്നൊക്കെ ബോർഡ് കൊടുത്തിട്ടുണ്ടാകും. ആ ബോർഡിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സഭകളിൽ നടക്കുന്നത്, ഞായറാഴ്ച സുപ്രത്യേകം നടക്കുന്നത്, അത് ആരാധന അല്ല. ആരും എന്നോട് ഇപ്പം വഴക്കുണ്ടാക്കരുത്. ഞാൻ മുഴുവൻ പറഞ്ഞ് തീർത്തിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം. ഞാനിപ്പോ പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മുഖം വല്ലാതാകരുത്, അതിനായി പറഞ്ഞു. ഞായറാഴ്ച നമുക്ക് ആരാധനയല്ല, വിശുദ്ധ സഭായോഗമാണ് ഉള്ളത്. കുറഞ്ഞപക്ഷം ദൈവദാസന്മാരെങ്കിലും അത് തിരുത്താൻ ശ്രമിക്കണം. ഞായറാഴ്ച നമുക്ക് ആരാധനയല്ല, വിശുദ്ധ സഭായോഗമാണ്. എനിക്ക് സന്ദർഭവും സാഹചര്യം കിട്ടുന്നിടത്തൊക്കെ ഞാൻ ഇത് വളരെ അസന്നിഗ്ധമായ നിലയിൽ തന്നെ പറയാറുണ്ട്. ബോർഡെ പോലും ആരാധന രാവിലെ 9:30 മുതൽ 12:30 വരെ, ഓക്കെ, ഞാൻ എതിർക്കുന്നില്ല. ഈ 12:30 കഴിഞ്ഞ് എന്താ പണി? 9:30 മുതൽ 12:30 വരെ ആരാധന എന്നെഴുതിയല്ലോ. 12:30 കഴിഞ്ഞിട്ട് എന്താ പണി എന്നാണ് ഞാൻ ചോദിച്ചത്. ആരാ പറഞ്ഞ 9:30 മുതൽ 12:30 വരെയാണ് ആരാധന എന്ന്? അവിടാണ് തെറ്റിയത്. അപ്പോൾ ആരാധന എന്നതുകൊണ്ട് നമ്മൾ എന്തർത്ഥമാക്കുന്നു എന്നുള്ളത് തെറ്റിപ്പോയി. അതിന് ഞാൻ ഒരാൾ തീരുമാനിച്ചാലൊന്നും തിരുത്താൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. എങ്കിലും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെങ്കിലും അറിഞ്ഞിരിക്കട്ടെ എന്നുള്ള ചിന്തയില ഞാൻ ഇതൊക്കെ പറയുന്നതോളം ഞാൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു അകന്നും പോവുകയുള്ളെന്ന് എനിക്കറിയാം. കുഴപ്പമൊന്നുമില്ല. ഏതായാലും കുറച്ചു പേർക്കെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഞായറാഴ്ച നമുക്ക് ആരാധനയല്ല, വിശുദ്ധ സഭായകമാണ്. വിശുദ്ധ സഭായകവും ആരാധനയും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ്. രാപ്പകൽ വ്യത്യാസമുണ്ട് ആരാധനയും വിശുദ്ധ സഭായകവും തമ്മിൽ. നിങ്ങളിത് വളരെ ശ്രദ്ധയോടെ ഗ്രഹിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. ആരാധന വേറെ, വിശുദ്ധ സഭായോഗം വേറെ. ഞായറാഴ്ചകളിൽ നമ്മുടെ ലോക്കൽ സഭകളിൽ നടക്കുന്ന വിശുദ്ധ സഭായോഗമാണ്.
ആ വിശുദ്ധ സഭായത്തിൽ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സാക്ഷ്യമുണ്ട്, പ്രബോധനമുണ്ട്, കൃപാവരങ്ങളുടെ ജ്വലനമുണ്ട്, തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുന്നു, സാക്ഷ്യങ്ങൾ പറയുന്നു, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നു, അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. അത് വിശുദ്ധ സഭായോഗമാണ്, അത് ആരാധനയല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ടെർമിനോളജിയാണ് ഇന്ന് പകൽ പ്രിയരെ, ആരാധന വലിയ വിടുതൽ നമുക്കുണ്ടാകണം, ആരാധിച്ച് വിടുതൽ പ്രാപിക്കണം, വലിയ വിടുതൽ ഏറ്റെടുക്കണേ. എവിടുന്ന് കിട്ടിയ ഒരു ഉപദേശം തിയോളജി എന്ന് എനിക്ക് ഇന്ന് വരെ പിടികിട്ടിട്ടില്ല. ഞാൻ എല്ലാത്തിനും പുസ്തകത്തിൽ നിന്ന് വാക്യം തന്നെ പറയുള്ളൂ. എന്നോട് ആർക്കും ദേഷ്യം തോന്നരുത്. സംശയമുള്ളവർ ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ എഴുതി ആൾക്കാരുമായിട്ട് നേരിട്ട് ചോദിച്ചു തീർത്തോണം. എന്നോട് മാത്രം വഴക്കിന് വരരുത്. ഞാൻ തിരുവഴുത്ത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ആരാധിച്ച് വിടുതൽ എടുക്കാൻ ഒക്കത്തില്ല. മറ്റൊന്ന്, വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആരാധിക്കാൻ പറ്റൂ. അതാദ്യം മനസ്സിലാക്കുക. ഞാൻ വാക്യങ്ങൾ തരാം, ഇപ്പൊ നിങ്ങൾ മുഖമൊന്നും വല്ലാണ്ടാകണ്ട. യഥാർത്ഥമായി വിടുതൽ പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ ആരാധിക്കാൻ പറ്റൂ. നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, അപ്പോസ്തലർ രാത്രികാലേ ആരാധിച്ചപ്പോൾ ചെങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല. അർദ്ധരാത്രിക്കോ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ആരാധിച്ച് നമ്മൾ എഴുതിയിട്ടില്ലല്ലോ. പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. അതെങ്ങനെ ആരാധനയാകുന്നത്? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ആരാധിച്ച് വിടുതലെടുക്കുകയായിരുന്നു അവർ ചെയ്തത്, അല്ലല്ലോ. അവർ വിടുതൽ പ്രാപിച്ചവരായതുകൊണ്ടാണല്ലോ കാരാഗ്രഹത്തിൽ അവർക്ക് പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒത്തത്. അല്ല, പിന്നെ കൈയെല്ലാം ആമത്തിൽ കിടക്കുന്നു, ചങ്ങലിട്ട് പൂട്ടി കിടക്കുമ്പോഴും പാടങ്ങളിലും പ്രാർത്ഥിക്കണം, സ്തോത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ വിടുതൽ പ്രാപിക്കാത്തവരാണെ പറ്റുമോ? ഇല്ല. ഇനി രണ്ട്, ഈ പാട്ട് പാടിയാലും സ്തോത്രം ചെയ്താൽ ഈ ചങ്ങല വീഴുന്നോർത്താണോ അവരത് ചെയ്തത്? അല്ലല്ലോ. അവര് പാടിയ ചങ്ങല താഴെ വീഴാൻ വേണ്ടിയിട്ടാണോ? അവര് പ്രാർത്ഥിച്ചത് അവർക്ക് സ്വതന്ത്രരാകാനായിട്ടാണോ? അവർ ദൈവത്തെ സ്തുതിച്ചതും ആ ഉദ്ദേശത്തിലാണോ? അല്ല. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. അങ്ങനല്ല ഇതിന്റെ ഇടപാട്. സ്തോത്രം. വന്ന് ഏറ്റവും വികലമായ നിലയിൽ കൊണ്ടുപോയ പദങ്ങളാണ് ഇതൊക്കെ എന്ന് കരുതി ദൈവത്തെ സത്യത്തിൽ മാത്രം ആരാധിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വിടുതൽ കിട്ടുകയെന്നോ സൗഖ്യം കിട്ടുകയെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായോ? കാറ് വാങ്ങിക്കുമ്പോൾ കീച്ചെയിൻ കിട്ടും. ആ കീച്ചെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കാറ് മേടിക്കുന്നത്? ആണോ? നമ്മൾ ഈ കീച്ചെയിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ എന്റെ പ്രശ്നം. കാറ് വാങ്ങിക്കുമ്പോൾ 1 2 കീച്ചെയിൻ നിങ്ങൾ മേടിച്ചു, 2 അഡീഷണൽ വേണമെന്ന് അവരോട് പറഞ്ഞു മേടിച്ചു. കീച്ചെയിന് വേണ്ടിയിട്ടല്ല കാറ് വാങ്ങിക്കുന്നത്. കാർ എടുക്കുമ്പോൾ അവർ സൗജന്യമായിട്ട് തരുന്ന ആ കീച്ചെയിൻ. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പോട്ടെ, ഞാൻ മുന്നോട്ട് വരുന്നു. ആരാധന എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് മുന്നോട്ട് നീങ്ങാമെന്ന് കരുതിയ. നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരിക്കലും ആരാധന വിടുതലുള്ള ഷോർട്ട് കട്ട് അല്ല. തെറ്റിദ്ധരിക്കരുത്. വിടുതൽ പ്രാപിച്ചവർക്ക് മാത്രമേ ആരാധിക്കാൻ പറ്റൂ. ആദ്യം നടക്കേണ്ടത് വിടുതൽ, രണ്ടാമത് ആരാധന. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ മാത്രമേ കാണൂ എന്നുള്ളതിനാൽ വാക്യം വായിച്ചിട്ട് പോകാം. കഴിയുന്നത്ര എല്ലാവരും വേദപുസ്തകം തുറക്കണേ, അല്ലെ ഞാൻ ഊഹാഭോഗം പറഞ്ഞു പോകുന്ന എനിക്ക് തോന്നരുത്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം ആരെങ്കിലും വായിക്കാമോ? യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. അപ്പൊ വിട്ടയച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആരാധിക്കാൻ പറ്റുള്ളൂ. ഞാൻ കൊണ്ടുവന്നതല്ലല്ലോ. അപ്പൊ ആദ്യം എന്ത് നടക്കണം? വിടുതൽ കിട്ടണം. വിടുതൽ കിട്ടിയാലേ ആരാധിക്കാൻ പറ്റും. ആ 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നാളെ നന്നാ രാവിലെ എഴുന്നേറ്റ്
ഫറവോന്റെ മുമ്പാകെ നിൽക്കുക. അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും. നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. വീണ്ടും പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടി വിട്ടയക്കാം. വീട്ടിലെ വേറെ കാര്യം 9:1 വായിച്ചേ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. പിന്നെയും പറയും, എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാം. 13-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാം. 28-ാമത്തെ വാക്യം. ഈ ഭയങ്കരമായ ഇടിയും കർമ്മഴയും മതി, ഞാൻ നിങ്ങളെ വിട്ടയക്കാം, ഇനി താമസിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ വിട്ടയക്കാം, ഇനിയും താമസിക്കുന്നത് ഫറവോൻ പറഞ്ഞ കാര്യ. അപ്പൊ അന്നേരം വിട്ടിട്ടില്ല. 35-ാമത്തെ വാക്യം. യഹോവ മോശ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. കണ്ടോ, അന്നേരം വിട്ടിട്ടില്ല. 10:3 വായിച്ചേ. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞെന്താണ്, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. 7-ാമത്തെ വാക്യം. അപ്പോൾ ഭൃത്യന്മാർ ഫറവോനോട്, എത്രത്തോളം ഇവൻ നമുക്ക് കെണിയായിരിക്കും, ആ മനുഷ്യനെ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിനെ വിട്ടയക്കണം. 24-ാമത്തെ വാക്യം. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. 11:1 വായിച്ചേ. അനന്തരം യഹോവ മോശയോട്, ഞാനൊരു ബാധ കൂടെ ഫറവോനിലും മിസ്രൈമിലും വരുത്തും, അതിനുശേഷം അവർ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കുമ്പോൾ നിങ്ങളെ മതി. തമ്പുരാൻ തന്നെ എത്ര പ്രാവശ്യം മോശ മുഖാന്തരം ഫറവോനോട് പറയുക, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. തമ്പുരാൻ ആവർത്തിച്ച് പറഞ്ഞ എത്ര വാക്യങ്ങളാ ഞാൻ ചൂണ്ടിക്കാണിച്ചേ. ഇവരാരെങ്കിലും മിസ്രൈമിൽ കിടന്ന് ആരാധിച്ച് അങ്ങ് വിടുതലെടുക്കുകയായിരുന്നോ? നിങ്ങൾ ആരും ഏതായാലും എന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നില്ലല്ലോ, പിന്നെന്താ നിങ്ങൾ വിഷമിക്കുന്നേ? ഇവരാരെങ്കിലും മിസ്രൈമിൽ കിടന്ന് ആരാധിച്ച് വിടുതലെടുക്കുകയായിരുന്നോ എന്ന് എന്റെ ചോദ്യം. നെവർ. എനിക്കറിയാം നിങ്ങൾ എൻ്റെ അത് ഉൾക്കൊള്ളാത്തത്. ഇതുവരെയും നിങ്ങൾ ഈ വിടുതൽ പ്രാപിച്ചവരാണെന്നുള്ള വിശ്വാസം വന്നിട്ടില്ല. ഈ പെന്തക്കോസ്തുകാർക്കുള്ള ഏറ്റവും വലിയ ഗുണം, നമ്മൾ സ്വതന്ത്രരാണെന്നും ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചവരാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമല്ല. നിന്നെ ഈ നാളുകളിൽ 3 ബന്ധനം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കും. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം. വെറുതെ കുഞ്ഞാണ്ട് രക്തത്താൽ വീണ്ടെടുക്കാന്നൊക്കെ ഈ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അതിന്റെ വില നില നമുക്ക് അറിയത്തില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ ഗുണം. നമുക്ക് എപ്പോഴും ഈ പിശാചിന്റെ കീഴിലാണെന്നും അവന്റെ നുഖത്തിന്റെ കീഴിലാണെന്നൊക്കെ കേൾക്കുന്ന ആ സുഖം. നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാന്ന് പറഞ്ഞാൽ നമുക്കൊരു സുഖമില്ല അതിനകത്ത്. മറ്റവൻ നമ്മളുമായിട്ട് എപ്പോഴും പണിയുന്നുണ്ടെന്നും അവന്റെ നുഖം നമ്മുടെ മേലെ ഉണ്ടെന്നും അവനാണ് നമ്മൾ ഇട്ടുകൊണ്ട് ഈ കറക്കുന്നതൊക്കെ ഒന്ന് കേൾക്കുന്നത് നമ്മുടെ കാതിന് നമ്മുടെ മനസ്സിനൊക്കെ ഒരു സുഖ. സ്വോത്രം. അവൻ നമ്മെ ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായി കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്.
കണ്ടോ? ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇങ്ങനെയൊക്കെ ആ പുസ്തകത്തിലുള്ളത്. ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും പറവാൻ നമ്മളെ വ്യാപരിക്കുന്നുണ്ട് കേൾക്കുന്ന നമുക്കിഷ്ടം. അതുകൊണ്ടാണ് വിടുതൽ പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ ആരാധിക്കാൻ പറ്റൂ എന്നുള്ള തെളിവിലൂടെ ഞാൻ ഈ തന്നത്. എന്നെ ആരാധിപ്പാൻ എന്നെ ഇന്നത്തെ വിട്ടേക്കാൻ പറഞ്ഞത് ആരാണ്? തമ്പുരാൻ. ഒരു പ്രാവശ്യമാണോ? എത്ര തവണ മോശ മുഖാന്തരം പറവനോട് പറയാ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. അതിന്റെ അർത്ഥം ആദ്യം നടക്കേണ്ട സംഗതി മിസ്രയീമെ അടിമ നികത്തുന്നുള്ള വിടുതൽ പ്രാപിക്കുക. അങ്ങനെ വിടുതൽ പ്രാപിച്ച ഒരുവന് മാത്രമേ ആരാധനയുള്ളൂ. നിങ്ങളെല്ലാരും പിണങ്ങിയെന്ന് തോന്നുന്നു. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ആരാധിച്ച് വിടുതലെടുത്തു. എനിക്കെതിരൊന്നുമില്ല. ഞാൻ പുസ്തകത്തിലെ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഞായറാഴ്ചത്തെ സഭായോഗം നമുക്ക് വിടുതൽ, ചൊവ്വാഴ്ച സഹോദരിമാരുടെ യോഗവും വിടുതൽ, ബുധനാഴ്ച കോട്ടേജ് മീറ്റിംഗ് വിടുതൽ, വെള്ളിയാഴ്ച പിന്നെ വിടുതലേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എന്നാ നമ്മളൊന്ന് സ്വതന്ത്രരാകുന്നത്? ഓക്കെ, ഒരാഴ്ച ഇതിങ്ങനെ നടന്നിരിക്കട്ടെ, പിറ്റേ ആഴ്ചയിൽ ഇത് തന്നെയല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഈ പറഞ്ഞതുപോലാണോ നമ്മുടെ കൂട്ടായ്മകൾ പോകുന്നത്? അതെ. ഇന്നുവരെയും ഈ സഭായോഗം എന്തിനാണെന്നോ അല്ലെങ്കിൽ ആരാധന അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്ന ഒന്നും നമുക്ക് വിഷയമല്ല. റോമാലേഖനം 12-ാമത്തെ വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സിൽ, കാരണം എന്റെ മനസ്സിലിരിക്കുന്ന വാക്യം അതിന്റെ വേറെ എന്താ പറയാ സ്ട്രക്ചർ അനുസരിച്ച, നമ്മുടെ പുസ്തകത്തിലിരിക്കുന്ന സ്ട്രക്ചർ അനുസരിച്ചല്ല. നമ്മുടെ പുസ്തകത്തിരിക്കുന്ന ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പ് ഞാൻ നിങ്ങളെ പ്രബോധിക്കും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാൻ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിന് തിരിച്ചറിയണമെന്ന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ എന്നല്ലേ? അതിന്റെ ശരിയായ പരിഭാഷ ഇങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവം നമ്മോട് കാണിച്ച വലിയ മനസ്സലിവിനെ ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും അതിലുപരി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ, അതാകുന്നുവല്ലോ ബുദ്ധിയുള്ള ആരാധന. അങ്ങനാണ് ആ വാക്യം വരേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതുകൊണ്ട്? ദൈവം നമ്മോട് കാണിച്ച വലിയ മനസ്സലിവിനെ ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ ദൈവം നമ്മോട് കാണിച്ച ആ വലിയ മനസ്സലിവിനെ ഓർമ്മിപ്പിച്ച് പൗലോസ് നമ്മളെ പ്രബോധിപ്പിക്കുക. ആ ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ് എന്താണെന്ന് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 11-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരെ. 11-ാം അധ്യായത്തിന്റെ അവസാന വാക്യം അവസാനിക്കുമ്പോൾ ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ആ മനസ്സലിവിനെ ഓർമ്മിപ്പിക്കുക. എന്താണ് ദൈവം നമ്മോട് കാണിച്ച വലിയ മനസ്സലിവ്? സ്വന്തം പുത്രനെ നമുക്ക് വീണ്ടും തന്നു. കാൽവരി കുലക്കളത്തിൽ പുത്രൻ തകർക്കപ്പെട്ടു. അതാണ് ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ മനസ്സലിവ്. അല്ലാതെ കൊച്ചിന് ബാങ്കിൽ അഡ്മിഷൻ കിട്ടിയതല്ല ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവ്. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ കല്യാണം തന്നെ നടന്നു. ദൈവത്തിന്റെ മനസ്സലിവ് ഓർ ദൈവത്തെ സ്തുതിക്കുന്നെന്ന് പറയരുത്. സ്തോത്രം. നമ്മളെപ്പോലെ ഈ തരീട് കാണിക്കാൻ പറ്റുന്ന ആൾക്കാർ വേറെ ഇല്ല. പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുക്കന്റെ വീട്ടിലോട്ടും ചെറുക്കന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിലോട്ടും വന്നു, കാര്യമെല്ലാം പറഞ്ഞ് ഡേറ്റും എല്ലാം ഫിക്സ് ചെയ്തു, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതിനു ശേഷം പറയാ ദൈവഹിതമായാൽ 28/12/2005 വിവാഹം നടത്താൻ ദൈവഹിതമായ ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്തതിനു ശേഷം ആ പറയുന്നത് ദൈവഹിതമായാലും. എന്തിനാണോ? സ്തോത്രം. ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ മനസ്സലിവ് കണ്ടോ? അതുകൊണ്ട് therefore brethren I beseech you by the mercies of God that you may present your bodies as a living sacrifice holy and acceptable unto God. കണ്ടോ? ഞാൻ ആ ലാസ്റ്റ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചായിരുന്നു. holy and acceptable unto God. എന്ത്? നിങ്ങളുടെ ശരീരങ്ങളെ കൊടുക്കുമ്പോൾ it should be acceptable unto God. ദൈവത്തിന് അംഗീകാര യോഗ്യമായ നിലയിൽ വേണം ഇത് അർപ്പിക്കാൻ. സ്തോത്രം. നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ആരാധന ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ ഇന്ന് വരെ നോക്ക് ഞാൻ കണ്ടിട്ടില്ല.
നമ്മൾ പറയും ഇന്നത്തെ മീറ്റ് ഭയങ്കര ഒച്ചയും നിർത്താതെ വല്ല തുള്ളലും, പിന്നെ നമ്മുടെ ശബ്ദമൊക്കെ ഒന്ന് അടച്ച് കെറുകിറാന്നായല്ലോ. നമുക്കൊരു സംതൃപ്തി ഏതാണ്ടൊക്കെ കാറ്റിക്കൂട്ടുന്നപ്പോൾ നമ്മൾ പറയാം ഇന്നത്തെ ആരാധന ഭയങ്കരമായിരുന്നു. ഓക്കെ, ഞാനൊന്ന് എതിർക്കുന്നില്ല, എന്റെ വിഷയം അതല്ല. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ എന്നുള്ള എന്റെ ചോദ്യം. whether it was accepted unto God, അതാണ് ചോദ്യം. ഇത് ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതല്ല വിഷയം. നമ്മളൊരു പാട്ട് പാടുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ശുശ്രൂഷിക്കുന്നതും ഒക്കെ നമുക്കും നമ്മുടെ എന്താ പറയാ മുമ്പിലിരിക്കുന്ന ആളുകൾക്കും അവരൊന്ന് ഇംപ്രസ് ചെയ്യുക. ചില പ്രസംഗത്തിലേക്ക് കണ്ടിട്ടില്ലേ, ഒരു ചെറിയൊരു ഹാസ്യമൊക്കെ പറഞ്ഞ് ചിരിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ എടുത്തിട്ട് ഇളക്കി അവർ ഒന്നുകൂടെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതിന്റെ കാരണം നമുക്കും ഇഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി ഗുഡ്. ഇത് തമ്പുരാൻ ഇഷ്ടപ്പെട്ടോ എന്ന് ഇന്ന് വരെ നോക്കിയിട്ടില്ല. അതാണ് നമ്മുടെ ആരാധനയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാം നിങ്ങൾ 106 സങ്കീർത്തനത്തിന്റെ 16 വാക്യം ഒന്ന് വായിച്ച്. 116 സങ്കീർത്തനത്തിന്റെ 106 116 സങ്കീർത്തനം 16 വാക്യങ്ങൾ കാണാതെ പറഞ്ഞാലും കുഴപ്പമില്ല. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, ആ നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. ആ നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. നീ എന്റെ ബന്ധനങ്ങൾ അഴിച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു ആ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കണ്ടോ, ആ വാക്യം തിരിച്ചാ വരേണ്ടത്. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിക്കും. കാണാം, ഞാൻ ഈ പറഞ്ഞു വന്നത് ആദ്യം നാം ദൈവത്തിൽ പ്രാപിക്കേണ്ട ഫ്രീഡം, സ്വാതന്ത്ര്യം, അടിമ നുകത്തുന്നുള്ള വിടുതൽ, അത് പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ആരാധന സാധ്യമാകൂ. കാരണം മിസ്രൈമിൽ ആരാധനയില്ല. ആരാധന മരുഭൂമിയിലേ ഉള്ളൂ. ആലയം അവിടാണ് ഉള്ളത്, അവിടെയാണ് ദൈവ സാന്നിധ്യം ഉള്ളത്, അവിടെയാണ് അഗ്നിസ്തംഭം ഉള്ളത്, അവിടെയാണ് മേഘമുള്ളത്, അവിടെയാണ് യഹോവയുടെ ഷെഖേന ഇറങ്ങി വരുന്നത്, അവിടെയാണ് നിയമപ്പെട്ടകമുള്ളത്, അവിടെയാണ് ധൂപപീഠമുള്ളത്, അവിടെയാണ് കാഴ്ചയപ്പത്തിന്റെ മേശയുള്ളത്, അവിടെയാണ് നിലവിളക്കുള്ളത്, അവിടെയാണ് പിത്തളത്തൊട്ടിയുള്ളത്, അവിടെയാണ് യാഗപീഠമുള്ളത്. അത് മിസ്രൈമിൽ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് മോശം ജനങ്ങളും ഞങ്ങൾ മിസ്രൈമിൽ കിടന്ന് ആരാധിച്ച് വിടുതൽ പ്രാപിച്ച് കനാൻ ദേശത്തേക്ക് പോകാമെന്നല്ല പറഞ്ഞ്, ആദ്യം വിടുതൽ പ്രാപിക്കണം. എങ്ങനെ? ആട്ടുകൊറ്റന്റെ രക്തത്താലുള്ള വിടുതൽ പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മറുകര എത്തിയാൽ അവിടാണ് ആരാധന. നമ്മളെല്ലാം ആട്ടുകൊറ്റ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ അക്കരയേറിയവരാ. ഇപ്പോഴും നമ്മൾ ഫറവോന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിസ്രൈമിൽ നിന്ന് പോന്നിട്ടും ഫറവോന്റെ കാര്യം പറഞ്ഞ് കേൾക്കാനാണ് നമുക്കിഷ്ടം. മരുഭൂമിയിലെ പ്രശ്നങ്ങൾ ബന്ധനങ്ങളല്ലെന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോ മരുഭൂമി യാത്രയിലല്ലേ? അതെ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പോരാട്ടങ്ങളോ ഫറവോന്റെ ബന്ധനമോ ഒന്നുമല്ല. അനേകം കഷ്ടങ്ങളിലൂടെ വാഗ്ദത്തത്തിൽ നാം പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? അങ്ങ് വലിയ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലോ ഡാളസ് തിയോളജി സെമിനാരിയിൽ പോയി വലിയ ഡോക്ടറേറ്റ് എടുത്തില്ലെങ്കിലും നമ്മുടെ അപ്പച്ചന്മാര് കൃപയുള്ളവരായിരുന്നു കൊണ്ട് അവരത് കണ്ടുകൊണ്ട് പലപ്പോഴും പാടുന്ന ഓർക്കുന്നുണ്ടോ? മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പക്ഷെ പേടിക്കണ്ടെന്ന്. കാരണം എന്താ? പകൽ മേഘസ്തംഭം, രാത്രിയോ അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, അതുകൊണ്ട് അവൻ എന്നുമെന്നും മതിയായവൻ. എപ്പോഴൊക്കെ? ആപത്തിൽ, രോഗത്തിൽ, വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഈ അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അത കാരണം അവൻ രാജാവായി
വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. ഗ്ലോറി. എത്ര മനോഹരമായ പാട്ടാണ് പ്രിയരി. അത് പാടാൻ ഒരു 4-5 തവണ ആവർത്തിച്ചു പാടണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇന്നും ഒരു അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവശക്തിയൊക്കെ വ്യാപരിക്കുന്നത്. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം അതൊക്കെ ഉണ്ട്. പക്ഷേ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തണം. അപ്പോൾ മനസ്സിലാക്കുക, ആരാധന വിശുദ്ധ സഭായുഗമല്ല. വിശുദ്ധ സഭായത്തെ ആരാധനയായിട്ട് കണക്കാക്കുകയും ചെയ്യരുത്. ഞാൻ ആരാധനയ്ക്ക് തന്നെ വരികയാണ്. ഉള്ള സമയം കൊണ്ട് ഞാൻ ആരാധന എന്താണെന്ന് പറയാൻ ശ്രമത്തിലാണ്. അപ്പോൾ ആരാധിച്ച് വിടുതലെടുക്കുകയല്ല, വിടുതൽ പ്രാപിച്ചവർ ആരാധിക്കുക. പൗലോസും ശീലാസും, ഞാൻ ഓർക്ക പൗലോസ് ശീലാസും മാത്രമേ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ലൂക്കോസ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? നമ്മളെപ്പോഴും പൗലോസും ശീലാസിന്റെ കാര്യം മാത്രം പറയുമ്പോൾ ഇവരെക്കാൾ ഏറെ അടി കിട്ടിയ കക്ഷിയാണ് ലൂക്കോസ്. ആ ലൂക്കോസാണ് അപ്പോസ്തലപ്രവൃത്തി എഴുതുന്നത്. ഒരിടത്ത് പോലും ഞാനും കൂടെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പൗലോസ് എഴുതിയില്ല. ലൂക്കോസ് ഒരിക്കൽ പോലും ഞാനും കൂടെ ചേർന്നാണ് അടി കൊണ്ടതെന്നോ പ്രശ്നം ഉണ്ടായതൊന്നും ലൂക്കോസ് പറയുന്നില്ല. മറിച്ച് പൗലോസിന്റെയും ശീലാസിന്റെയും കാര്യം മാത്രം. പിന്നെ എഴുതി വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മക്കോദോന്യയിലേക്ക് പോയി, ഞങ്ങൾ അവിടെ നിന്ന് എഫെസോസിലേക്ക് പോയി. കാരാഗ്രഹത്തിൽ ഞാനും ഉണ്ടായിരുന്നെന്ന് ലൂക്കോസ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പൗലോസ് അനുഭവിച്ച കഷ്ടതയ്ക്കെല്ലാം കൂട്ടത്തിൽ ലൂക്കോസും ഉണ്ടായിരുന്നു. പക്ഷെ മിണ്ടുന്നില്ല. ഞാൻ ഓർക്ക നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഫേസ്ബുക്കും വാട്സപ്പും നിറച്ച് അതേ കാണുള്ളൂ. പക്ഷെ ഭക്തനായ ലൂക്കോസ് ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. ഒടുവിൽ തിമോഥെയോസ് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, ലൂക്കോസ് എന്നോട് കൂടെ ഉണ്ട്, തീരാൻ പോവുക പൗലോസ്. അത് കഴിഞ്ഞോടെ താൻ വെട്ടിക്കൊല്ലപ്പെടുകയല്ലായിരുന്നോ? ഒരിക്കൽ പോലും താൻ പറഞ്ഞില്ല. എനിക്ക് ആ ലൂക്കോസിനെയൊക്കെ ഓർക്കുമ്പോൾ ഹൃദയത്തിൽ പല സന്തോഷം ഉണ്ടാകാനില്ല. ആളാകാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടും, പേരിനും പെരുമയ്ക്കും വേണ്ടി എഴുതി ചേർക്കാൻ അവസരം ഉണ്ടായിരുന്നിട്ടും ചെയ്യാതിരിക്കുമ്പോൾ, നമ്മൾ കവലയിൽ നിന്ന് ഒരു പരസ്യവും നടത്തിയാൽ അത് അന്നേരം ഫേസ്ബുക്കിനകത്ത് കിട്ടിയിരിക്കും. എന്തിനു നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. അല്ല, എനിക്കറിയാൻ മേലത്തോട് ചോദിക്കുക, ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലേ അത്? ഒരു പരസ്യവും നടത്തിച്ച് അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക. എന്തിന്? ഞാൻ നടത്തി 10 പേര് കാണട്ടെ, 9 ലൈക്ക്. അത് കിട്ടാൻ 10 തികച്ചില്ല. സ്തോത്രം. ദയവായി നമ്മുടെ ശിശുവിടെ ഘനം നിങ്ങൾ ദൈവം ഇത് കളയരുത്. അതിനൊരു വെയിറ്റ് ഉണ്ട്. അതൊക്കെ വെറുതെ ഇവിടെ കൊണ്ടിട്ട് കളയരുത്. അത്ര പറഞ്ഞാൽ ആ ഭാഗം വിടുന്നു. നമുക്ക് ആരാധന, ഞാൻ ഇതൊക്കെ ആരാധന അല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ന്യായമായിട്ട് പിന്നെ അത് എന്താന്ന് പറയുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരികയാണേ. ഞാൻ മുമ്പും പറഞ്ഞു, നമ്മളൊരു ചോദ്യം അതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതൊരു ഫ്രെയിമിനകത്തിടണം. ജെനിസിസ്, എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി. ഈ ഫ്രെയിമിനകത്തിട്ടാണ് വേദപുസ്തക സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്തുന്ന യഹൂദ റാബായിമാർ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ തന്നെ പോകാം. ജെനിസിസ്, എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി. ജെനിസിസ് എന്ന് പറഞ്ഞാൽ തുടക്കം, ആദ്യം എവിടെ കാണുന്നത് കണ്ടെന്നുള്ളത്. 2, എറ്റിമോളജി, ഈ പദം എങ്ങനെ ഉണ്ടായത്, അതിന്റെ അർത്ഥം എന്താ. അതിന്റെ മൊറാലിറ്റി, അതിലെ നല്ല പാഠങ്ങൾ എന്തൊക്കെയാണ്. അതിന്റെ ഡെസ്റ്റിനി, അത് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്, ഉദ്ദേശ ലക്ഷ്യം എന്താണ്. ഇത് 4 മനസ്സിലാക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. നമുക്ക് ആരാധന അഥവാ വേർഷിപ്പ്, വാർഷിപ്പ് അല്ല വേർഷിപ്പാണ്. പലയിടത്തും വാർഷിപ്പാണ് നടക്കുന്നത്, എന്നാലും വേർഷിപ്പ്, സ്തോത്രം, അത് എന്താണെന്ന് വചനാടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഞാൻ ദൈവകൃപയെ ശരണപ്പെടും. നമുക്ക് ആദ്യം ഈ പദം ആദ്യമായിട്ട് എവിടെ തിരുവഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാം. ഞാൻ എൻ്റെ ജെനിസിസ് പറയാൻ പോവാണേ, തുടക്കം എവിടാണെന്നുള്ളത്. അത് വേറെങ്ങുമല്ല, ഉൽപ്പത്തി പുസ്തകം
22-ാം അധ്യായം 5-ാമത് വാക്യത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അവിടെയാണ് ആരാധന എന്ന വാക്ക് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പൊ ന്യായമായി നിങ്ങൾക്ക് വേറെ സംശയം ഉണ്ടാകും. ഉൽപ്പത്തി 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ ശേത്തിനൊരു മകൻ ജനിച്ചു, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നവിടെ വാക്യമുണ്ട്. അപ്പൊ അവിടെ ആരാധന കാണുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത വരും. അവിടെ വാക്ക്, ആ പദം ആരാധന എന്നല്ല, അപ്പൊ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി അർത്ഥമുള്ളൂ. ആരാധിക്കാൻ തുടങ്ങിയെന്നല്ല, ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യമായി ആരാധന എന്ന പദം തിരുവഴുത്ത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യത്തിലാണ്. ആരാണ് ഈ വാക്ക് പറയുന്നത്? അബ്രഹാം എന്ന നമ്മുടെ വല്യപ്പച്ചൻ അല്ലേ, നമ്മുടെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഫാദർ എബ്രഹാം എന്ന് ഇംഗ്ലീഷിലും അബ്രാം എന്ന് ഹീബ്രുവിലും. ഓക്കെ, അബ്രഹാം ഉൽപ്പത്തി 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാധന എന്താണെന്ന് അറിയാൻ നമുക്ക് അപ്പച്ചന്റെ കൂടെ പോയെങ്കിലേ ഒക്കൂ. അതിലൊരു കാര്യം ചെയ്യാം, ഏതായാലും നമ്മൾ സന്ധ്യ മെനക്കെട്ടിരിക്കല്ലേ, നമുക്ക് അപ്പച്ചന്റെ കൂടെ പോവാം. അപ്പച്ചൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ആരാധന എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. അതാണ് എൻ്റെ എളുപ്പം. ഞാൻ ഈ വ്യാഖ്യാനിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അപ്പച്ചന്റെ കൂടെ ഒന്ന് പോകാം. അബ്രഹാം അപ്പച്ചന്റെ കൂടെ, അപ്പച്ചൻ പോകുന്നതിന് പുറകെ നമ്മളും പോവാ. നമുക്ക് ചോദിക്കാം, അപ്പച്ചൻ എങ്ങോട്ടാ പോകുന്നത്? അത് ഞാൻ ആരാധനയ്ക്ക് പോവാ. ആരാധനയ്ക്കോ? അതെ, ആരാധനയ്ക്കാണെങ്കിൽ അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ വേണമല്ലോ, അത് അത്യാവശ്യമല്ലേ? അതെ, അപ്പച്ചന്റെ കൈ നോക്കിയപ്പോ സിയോൻ ഗീതാവിൽ കാണാനില്ല. ആരാധനയ്ക്ക് പോകുമ്പം കുറഞ്ഞ പക്ഷം പാട്ടുപുസ്തകം കൈ കാണണം. സിയോൻ ഗീതാവിൽ കയ്യിലില്ല, അപ്പൊ പാട്ടെല്ലാം കാണാതെ അറിയാവുന്നുള്ളതാ ചിന്ത. PA സിസ്റ്റം നോക്കി, അതുമില്ല. സൗണ്ട് സിസ്റ്റം, മൈക്കൊന്നുമില്ല. ഓ, അപ്പം നമ്മൾ ചിന്തിച്ചത് കൊയറുകാർ കൊണ്ടുവരുന്ന ചിന്തിച്ചതല്ല. അപ്പൊ നമ്മൾ അപ്പച്ചോട്, അപ്പച്ച കൊയറുകാരില്ലേ, പാട്ടുകാര്? അപ്പച്ചൻ തിരിഞ്ഞും ചോദിക്കുക, ഏത് കൊയർ? അല്ല, ഈ സ്റ്റേജിൽ ഈ ഇങ്ങനെ വട്ടം കറങ്ങിപ്പോണ ലൈറ്റും പളവള മിന്നുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത് പാട്ട് പാടാൻ കുറച്ച് ആൾക്കാർ ഗിറ്റാറും ഒക്കെ ഇട്ടുകൊണ്ട് വരികയല്ലേ? അബ്രാപ്പച്ചൻ പറഞ്ഞു, ഇതെല്ലാം നല്ലതാ, പക്ഷെ ആരാധനയ്ക്ക് ഇതൊന്നും വേണ്ട. ഒന്നും വേണ്ടേ? ഡ്രമ്മില്ല, സൈഡ് ഡ്രമ്മില്ല, കീബോർഡ് ഇല്ല, ഗിറ്റാർ ഇല്ല, പാട്ടുകാരില്ല, അവിടെ എന്താ പറയാ, പവർ പോയിന്റ് സിസ്റ്റം ഇല്ല, മൈക്കും ഇല്ല, ഡിലേയും ഇല്ല. ഇതൊന്നും ഇല്ലാതാണ് ആരാധിക്കുന്നത്. അതെ, അപ്പൊ അബ്രാപ്പച്ചൻ ഇതൊന്നും ഇല്ലാതാണ് ആരാധിക്കുന്നത്. അതെ, അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല, പക്ഷെ ആരാധിക്കാൻ ഇതൊന്നും വേണ്ട. പിന്നെന്താ? എന്നെ കൽദരുടെ പട്ടണത്തിൽ വിളിച്ചിറക്കിയ ഒരാൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ആളെ കാണാനാ ഞാൻ ഇവിടെ വന്നേ. വല്ലതും മനസ്സിലായോ? I came to see somebody. He called me out from the city of Chaldea. കൽദരുടെ പട്ടണമായി ഊരിൽ തന്നെ വിളിച്ചിറക്കി ഇവിടെ വരെ കൊണ്ടുവന്ന ഒരാളെ ഇങ്ങോട്ട് എന്നോട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ കാണാനാ ഞാൻ ഈ വന്നേ. Praise the Lord. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ആരാധന എന്ന് പറഞ്ഞാൽ ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ. ദൈവത്തെ കാണുന്നതാണ് ആരാധന.
ദൈവമായിട്ട് മീറ്റ് ചെയ്യുന്നതാണ് ആരാധന. അതാണ് മരുഭൂമിയിൽ ആഗമന കൂടാരം എന്ന് പറയാൻ കാരണം. ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനും ദൈവം തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടം, ആഗമനം. രണ്ടുപേരും ഒരുപോലെ വന്ന് മീറ്റ് ചെയ്യുന്ന ഇടം, ആഗമന കൂടാരം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ദൈവം മനുഷ്യനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലം. അത് മരുഭൂമിയിലാണ്, മിസ്രൈമിലല്ല. സ്തോത്രം. നിങ്ങളല്ലേ പാപ്പാടെ ആശയക്കുഴപ്പത്തിലും വല്ലാത്ത സംശയത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. വിഷമിക്കേണ്ട, ഇന്ന് തീർന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ് കൊണ്ട് കൃത്യമായിട്ട് ഞാൻ എന്താന്ന് പറഞ്ഞു തരാം. ഇന്ന് കേട്ടതിന്റെ പേരിൽ നിങ്ങൾ ദയവായി സംശയം വെച്ചുകൊണ്ടിരിക്കരുത്. ബാക്കിയുടെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സംശയങ്ങൾ ഉന്നയിക്കാവൂ. സ്തോത്രം. അവൾ ആലോചിച്ച് നോക്കി, അവിടെ വരാൻ പറഞ്ഞ ഒരു വ്യക്തിയെ കാണാൻ ചെന്നതാ. വിളിച്ചിറക്കിയവനുമായി നേരൊരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴാണ് ആരാധന. നിങ്ങൾ എത്ര പേര് ആരാധനയ്ക്ക് പോയിട്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ കണ്ടു മടങ്ങി വന്നു? സ്തോത്രം. നിങ്ങൾ ചെയ്തത് ആരാധന അല്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചേ. ഞാൻ പറഞ്ഞല്ലോ, അത് വിശുദ്ധ സഭായോഗമാ, ആരാധനയല്ല. ഞാനൊരു കാര്യം പറഞ്ഞ് ഇന്നത്തെ അവസാനിപ്പിക്കാം. അബ്രഹാമിന്റെ കാര്യം തന്നെ പറയാമേ, ഫുള്ളായിട്ടല്ല, ഒരു പകുതി പറഞ്ഞു നിർത്താം. അല്പം ഡീറ്റെയിൽ ആയുള്ള വിഷയമായതുകൊണ്ടാണ്. അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടത്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു അധ്യായമാണ് ഉൽപ്പത്തി 22-ാം അധ്യായം. കാരണം ആത്മീയന്റെ എല്ലാ സ്വഭാവങ്ങളും തെളിയുന്ന ഒരു അധ്യായമാണ് 22. ഞാൻ ആ ഭാഗം ഒന്ന് പറയാമേ, എന്നിട്ട് ഞാൻ ബാക്കി ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച പറയാം. ഈ 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങാൻ തന്നെ, അതിന്റെ ശേഷം യഹോവയാ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാലെന്ന്. പക്ഷെ പരീക്ഷിച്ചെന്നല്ല, തെളിയിച്ചത് എങ്ങനെയെന്നല്ല. അതിന്റെ ശേഷം യഹോവയാ ദൈവം അബ്രഹാമിനെ തെളിയിച്ചത് എങ്ങനെയെന്ന നെഖ, NECH, നെഖ എന്ന എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹിബ്രു. അതിന്റെ അർത്ഥം ടു പ്രൂഫ് എന്ന, തെളിയിക്കുക എന്നാണ്. അതിന് ശേഷം ദൈവം അബ്രഹാമിനെ തെളിയിച്ചത് എങ്ങനെയെന്നാൽ, എന്ത് തെളിയിച്ചു? എന്താ തെളിയിച്ചത് പറയാം. അബ്രഹാമിന് വേറൊരു പേരുണ്ടായിരുന്നു. പറയാമോ എന്താണെന്ന്? അബ്രഹാമിന് വേറൊരു പേരുണ്ട്. യാക്കോബ് ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. സ്നേഹിതൻ. ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ് അബ്രഹാമിന്റെ മറ്റൊരു പേര്. അതുകൊണ്ടാണ് 18-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, തമ്പുരാൻ പറയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്ന എന്റെ ദാസനായ അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? കാരണം അവർ തമ്മിൽ ആരാണ്? ഫ്രണ്ട്സ് ആണ്, വളരെ അടുത്ത സ്നേഹിതരാണ്. അപ്പൊ ദൈവം എന്ത് ചെയ്താലും ആരോട് പറഞ്ഞിട്ടേ ചെയ്യൂ? അബ്രഹാമിനോട് പറഞ്ഞിട്ടേ ചെയ്യൂ. അവർ രണ്ടും അത്ര ഇന്റിമസിയാ. എന്ത് ചെയ്യണം? അതുകൊണ്ടല്ലോ സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുമ്പോ പറഞ്ഞു, ഞാൻ നശിപ്പിക്കാൻ പോവുക. ഉടനെ അബ്രഹാം ഇന്റർസീഡ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. അബ്രഹാമിന്റെ നിമിത്തം ആ ലോത്തിനെയും കുടുംബത്തെയും ദൈവം വിടുവിക്കുന്നല്ലേ? നമുക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം. നന്നായി ശ്രദ്ധിക്കണേ. ഒരു സീരിയസ് ആയ വിഷയം പറയാനായിട്ട് ഞാൻ ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ദയവായി വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. നോക്കൂ, അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം എന്ന് വിളിച്ചതിന് അടിയൻ ഇതാ. ഒരൊറ്റ വിളി വിളിച്ചപ്പോഴേ യെസ് ഹിയർ ആം ഐ, ഞാൻ ഇതാന്ന് പറഞ്ഞു. അടിയൻ ഇതാന്ന് അപ്പോൾ തന്നെ മറുപടി കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അബ്രഹാമിന്റെ ദൈവം പറയാണ്, നിന്റെ ഏകജാത ഇസ്ഹാക്കിനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് മോറിയാമല്ല അവൻ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം. ഇനി ശ്രദ്ധിക്കണം, ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകളുടെ ആൻസർ തരാൻ പോയതിനകത്തുനിന്ന്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നീ നിന്റെ ഏകജാതനായി ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് മോറിയാമലിൽ അവനെ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം. ഈ ഭാഗം അറിയാത്തവരായിട്ട് ആരും ഇതിനകത്തില്ല. പക്ഷെ പലപ്പോഴും പറ്റിപ്പോകുന്ന കുഴപ്പം,
ദൈവം ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ആ ഒറ്റ സെന്റൻസിനകത്ത് ദൈവം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്നുള്ള അബ്രഹാമിന് പിടികിട്ടി. എന്താണെന്നറിയാമോ? അബ്രഹാം ദൈവത്തിന് സ്നേഹിതന. ദൈവം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരോട് പറഞ്ഞിട്ടേ ചെയ്യൂ? അബ്രഹാമോട് പറഞ്ഞിട്ടേ ചെയ്യൂ. പക്ഷേ 100ാമത്തെ വയസ്സ് ഒരു കുഞ്ഞിനെ കിട്ടി. ആർക്ക്? അബ്രഹാമിന്. 100ാമത്തെ വയസ്സ് ഒരു കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞപ്പം ദൈവത്തിന് എന്തെങ്കിലും സ്വകാര്യമായിട്ട് പറയാണ്ട് അബ്രഹാമിനെ നോക്കി. അബ്രഹാമിനെ കാണാനില്ല. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോഴല്ല അബ്രഹാം ലുലുമാളിൽ നിൽക്കുക ലാപ്ടോപ്പ് മേടിക്കാൻ. മനസ്സിലായോ? കുട്ടികൾ ഉണ്ടാകാതിരുന്ന ഒരു കുട്ടിയെ കിട്ടിയപ്പോഴത്തേക്കിനും അബ്രഹാം പിന്നെ കൊച്ചിന്റെ പുറകെയായി. പിന്നെ പാട്ട് വിഷയമല്ല, പ്രാർത്ഥന വിഷയമല്ല, ഉപവാസം വിഷയമല്ല, ദൈവമാള് കൂട്ടായ്മ വിഷയമല്ല, സമർപ്പണം വിഷയമല്ല, തീരുമാന വിഷയമല്ല, എല്ലാം വല്ലാണ്ടായി. ആഹാ, എന്ത് കാര്യം പറയാൻ നോക്കിയാലും അബ്രഹാമിനെ കിട്ടാതെ വന്നപ്പോൾ ദൈവത്തിന്റെ മനസ്സിലായി, എനിക്കാണ് പൂർണ്ണ സ്നേഹവും പൂർണ്ണമായിട്ട് കിട്ടേണ്ടത്. ആ ദൈവത്തിന് കിട്ടേണ്ട സ്നേഹം ഇപ്പൊ എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു പോകുന്നു? പറ. കുഞ്ഞിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകും. അതാണ് ദൈവം പറഞ്ഞ നീ സ്നേഹിക്കുന്ന പദത്തിന്റെ ആഴം പിടികിട്ടിയോ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്ക്. അതിനർത്ഥം നീ ഇപ്പൊ ആരെയാണ് സ്നേഹിക്കുന്നത്? ഇസഹാക്കിനെയാണ്, എന്നെ അല്ലെന്നാ പറഞ്ഞേ. യു ഗോട്ട് ഇറ്റ്? കാര്യം പിടികിട്ടിയോ? നീ എന്നെയാണ് സ്നേഹിക്കുന്നത് പറയുകയും എന്നെ സ്നേഹിക്കാതെ ഞാൻ നിനക്ക് തന്ന കുഞ്ഞിനെ കളിപ്പിച്ച് നടക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു കാര്യം ചെയ്യും. 100ാമത്തെ വയസ്സ് ഞാനൊരു കൊച്ചിനെ തന്നല്ലോ പ്രശ്നമായത്. അതെ, അപ്പൊ ഞാൻ കൊച്ചിനെ തിരിച്ചെടുത്തേക്കാം. നിനക്ക് എന്നോടാണോ സ്നേഹം, ഇസഹാക്കിനാണോ സ്നേഹം എന്ന് എനിക്ക് അറിയണം. എന്നൊരു കാര്യം ചെയ്ത് വെച്ചാൽ മതി. മോറിയാമലെ കൊണ്ട് അവനെ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കാൻ പറഞ്ഞു. കാര്യം മനസ്സിലായി. അബ്രഹാമിന്റെ ചോര തിളച്ചു. തന്റെ സ്നേഹം ഇസഹാക്കിനോടല്ല ദൈവത്തോടാണെന്ന് തെളിയിച്ചിട്ടേ ഇനി ഇരിക്കുന്നുള്ളൂ. നമ്മൾ വന്ന് രാത്രി മുഴുവൻ അബ്രഹാം തിരിഞ്ഞും പറഞ്ഞും കിടന്ന് കണ്ണുനീരോടെ വിലപിച്ചു. ഭാര്യയോട് പോലും പറയാതെ അബ്രഹാം നെഞ്ചു പൊട്ടിക്കിടന്നു. പ്രിയമുള്ളവരെ, ഉറങ്ങാതെ കിടക്കുന്ന രാത്രിയിൽ നിന്റെ കാര്യങ്ങൾ അറിഞ്ഞൊരു ദൈവം ഉണ്ടെന്നും പറഞ്ഞു ഉപദേശിമാര് കൊണ്ടുവന്ന പോക്ക് കാണണം. അബ്രഹാം തിരിഞ്ഞും മറിഞ്ഞു ഒന്നും കിടക്കുകയല്ല, നേരം പരിവര വെളുക്കാൻ നോക്കിയിരിക്കുക. അബ്രഹാമിന് ഇസഹാക്കല്ല വിഷയം, ദൈവം തന്നെയാ. ഞാൻ തെളിയിക്കാം. നേരം അതിരാവിലെ അബ്രഹാം എഴുന്നേറ്റ് വിറക് കീറി എടുത്ത ഭാര്യയോടും പറഞ്ഞില്ല, കട്ടൻ കാപ്പി പോലും കുടിക്കാൻ നിന്നില്ല. കൊച്ചനെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞു. 3 ദിവസം നടന്ന് അവര് മോറിയാമലയിലെത്തി. യാഗപീഠം പണിതു. ഇടയ്ക്ക് വെച്ച് ഇസ്ഹാക്ക് ചോദിക്കണ്ട, അപ്പ സകല സംഗതിയും സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ യാഗത്തുള്ള മൃഗം ഉണ്ടല്ലോ, അതെവിടാ? ഇപ്പൊ പറഞ്ഞു, നീ അതൊന്നും അറിയാണ്ട്, അതൊക്കെ ദൈവം നോക്കിക്കൊള്ളു പറഞ്ഞു. കാരണം മൃഗത്തെ ഞാൻ കഴിക്കാനല്ലല്ലോ ദൈവം പറഞ്ഞേ. അതാണ് അബ്രഹാം പറഞ്ഞത്, അതൊന്നും നീ അറിയണ്ട, അതൊക്കെ ദൈവം കരുതിക്കോളൂ. വന്ന് യാഗപീഠം പണിതു, റെഡിയാക്കി. ഇസ്ഹാക്കിന്റെ കാലും കൈയും കെട്ടി യാഗത്തോട് കടത്തി. വാളെടുത്ത് വെട്ടാൻ ഓങ്ങിയപ്പം ദൈവം വിളിക്കുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ ശാന്തമായി വായിച്ചാൽ അത് ഗൗരവം പിടി കിട്ടൂ. 22:1 അബ്രഹാമിനെ ഒറ്റ പ്രാവശ്യം വിളിച്ചപ്പോഴേ അടിയൻ ഇതാന്ന് പറഞ്ഞു. യാഗം കഴിക്കാൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയാൻ ദൈവം വിളിച്ചപ്പം ഒറ്റ വിളിയെ വിളിച്ചുള്ളൂ. പക്ഷെ യാഗം നിർത്തണമെന്ന് പറയാൻ 2 പ്രാവശ്യം ദൈവത്തിന് വിളിക്കേണ്ടതായിട്ട് വന്നു. അതെന്താ? ഇവൻ തീർകൈ വെട്ടു എന്നുള്ള ദൈവത്തിന് മനസ്സിലായി. നമ്മളെങ്ങാനുമാണ് ഈ യാഗോടെ വിളിച്ചു, മോനെ നമുക്ക് അല്പനേരം ഒന്ന് ധ്യാനിക്കാം, ഇതിന്റെ നടുവിൽ എന്തെങ്കിലും ഒരു വിടുതലിന്റെ വഴി ദൈവം തുറക്കുമെന്നറിയാൻ നമ്മളോട് പറഞ്ഞെങ്കിലും നമ്മളോട് മനസ്സിനൊരു നല്ല കർത്താവല്ലേ ഉള്ളത്, വേറെ ഏതെങ്കിലും വഴി കാണിക്കാതിരിക്കത്തില്ല, നമുക്കൊന്നുകൂടെ കരങ്ങളെ കോർത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആ യാഗോടം വിളിച്ച് മാറി ഇരുന്ന് പ്രാർത്ഥിച്ചേനെ. അബ്രഹാം പ്രാർത്ഥിക്കാനും പോലും ഒന്നിനും പോയില്ല. എന്റെ ഇഷ്ടം ഇസഹാക്കല്ല ദൈവമാണെന്ന് തെളിയിച്ചിട്ടേ ഉള്ളൂ. യാഗപീഠം പണം നേടംബലം നോക്കാതെ ഇസഹാക്കിനെ കഴിച്ചിക്കെടുത്ത് വെട്ടാനോങ്ങിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവൻ വെട്ടും. ഒറ്റ വിളിക്കുവൻ നിൽക്കില്ലെന്ന് മനസ്സിലായത് കൊണ്ട് 2 പ്രാവശ്യം വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ. 2 പ്രാവശ്യം വിളിച്ചുകൊണ്ടാ നിന്ന്, അല്ലെങ്കിൽ ഇവൻ വെട്ടിയേന്. ബാലന്റെ മേൽ കൈവെക്കരുത്. കണ്ടോ?
നിന്റെ ഏകജാതനായി സഹകനെ തരാൻ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു. സ്തോത്രം. ഇതാണ് അനുസരണം. ഓക്കെ, ഞാൻ ബാക്കി പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. എന്തോ ചെയ്യണമെന്നാ പറഞ്ഞേ? ഹോമയാഗം കഴിക്കാനല്ലേ പറഞ്ഞേ? അതെ, ദൈവം പറഞ്ഞു ഹോമയാഗം കഴിക്കണമെന്ന്. അബ്രഹാം പറയാ, ഞാനും ബാലിന് അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞേ. അതിന്റെ ജെനസിസ്, എറ്റിമോളജിയും മൊറാലിറ്റി ടെസ്റ്റും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് ഇത് പറയാം, ശ്രദ്ധിച്ചേ. ദൈവം പറഞ്ഞു ഹോമയാഗം കഴിക്കാൻ. അബ്രഹാം പറയുന്നു ആരാധന കഴിച്ച് മടങ്ങി വരാം. അപ്പൊ ഹോമയാഗം എന്ന് പറഞ്ഞാൽ ആരാധന, ആരാധന എന്ന് പറഞ്ഞാൽ ഹോമയാഗം. ഹോമയാഗം ഈസ് ഈക്വൽ ടു ആരാധന. ഓക്കെ, ഞാൻ എൻ്റെ ഉപദേശങ്ങളിലേക്ക് പോകുന്നില്ല, ഈ ടെർമിനോളജിയുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇനി ഹോമയാഗത്തിന്റെ നിയമം എന്താ? അത് ലേവ്യ പുസ്തകത്തിൽ കൊടുക്കുന്ന ഉൽപ്പത്തി പുസ്തകം അതില്ല. ഹോമയാഗത്തിന്റെ നിബന്ധന അനുസരിച്ച് 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും ആണാട് കുളമ്പ് പിളർന്നിരിക്കുന്നതും മരുക്കമുള്ളതുമായ ആടിനെ വേണം അർപ്പിക്കാൻ. മാത്രമല്ല മുഴുവനും ചാരമാകുന്നത് വരെ ആ യാഗമൃഗം യാഗപീഠത്തിന്മേൽ ഇരിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം പിടികിട്ടുകയല്ല. പൂർണ്ണമായും ചാരമാകുന്നത് വരെ യാഗപീഠത്തിന്മേൽ വെക്കുന്ന യാഗമാണ് ഹോമയാഗം. പരിപൂർണമായും ചാരമാകുന്നത് വരെ യാഗപീഠത്തിന്മേൽ വെക്കുന്നതിന്റെ പേരാണ് ഹോമയാഗം. അബ്രഹാം പറഞ്ഞു ഞാനും ബാലിനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. നിങ്ങൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തോണേ. പൂർണ്ണമായും ചാരമാകുന്നത് വരെ യാഗപീഠത്തിൽ ഇരിക്കുന്നതിന്റെ പേരാണ് ഹോമയാഗം. അതിനാണ് അബ്രഹാം കൊടുത്ത പേര് ആരാധന. അപ്പോൾ പൂർണ്ണമായും ചാരമാകുന്നത് വരെ യാഗപീഠത്തിൽ ഇരിക്കുന്ന യാഗത്തിന്റെ പേരാണ് ആരാധന. ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നാം കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് കർത്താവ് രക്ഷിതാവുമായി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മെ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്തു. ശരിയല്ലേ? അതെ, നമ്മെ പൂർണ്ണമായും ദൈവത്തിന് കൊടുത്തു. എങ്ങനെ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. കണ്ടോ? അപ്പൊ നമ്മെ പൂർണ്ണമായും യാഗമായിട്ട് കൊടുത്തു ദൈവത്തിന്. ശരിയല്ലേ? ആണല്ലോ. നമ്മളെ പൂർണ്ണമായും ദൈവത്തിന് കൊടുത്തു. നമ്മെ അടുത്ത് ഈ യാഗപീഠത്തിന്മേൽ വെച്ച് കഴിഞ്ഞാൽ 12 ഇറങ്ങിപ്പോരാൻ പറ്റുമോ? പറ്റുമോ? 12 കഴിയുമ്പോൾ ഇറങ്ങിപ്പോരാൻ ഒക്കത്തില്ല. പിന്നെ എത്ര വരെ ഇരിക്കണം? പൂർണ്ണമായും ചാരമാകുന്നത് വരെ യാഗപീഠത്തിന്മേൽ ഇരിക്കണം. അർത്ഥം, നമ്മെ എന്നാണോ യാഗമായി ദൈവത്തിൽ അർപ്പിച്ചത് ആ നിമിഷം മുതൽ പൂർണ്ണമായും ചാരമാകുന്നവരെ, ദാറ്റ് മീൻസ് അപ് ടു ദ ലാസ്റ്റ് ബ്രെത്ത് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ഞാനും നിങ്ങളും യാഗപീഠത്തിലാണ്. പൂർണ്ണമായി നമ്മുടെ ശുശ്രൂഷ അവസാനിച്ച് ഒന്നുകിൽ കർത്താവ് വരുന്നു അല്ലെങ്കിൽ നാം ഈ ലോകം വിട്ടു പോകുന്ന നിമിഷം വരെ, രക്ഷിക്കപ്പെട്ട നാള് മുതൽ അന്ത്യശ്വാസം വരെ നമ്മൾ യാഗപീഠത്തിലാണ്. അതിന്റെ പേരാണ് ആരാധന. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും യാഗമായി അർപ്പിച്ചു. അല്ലേ? ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വയ്ക്കുന്നിതാ നിൻ മുൻപിൽ ഞാൻ യേശുവേ, എന്നും നിൻ വകയാവാൻ പീഠത്തിന്മേൽ എന്നെ ഞാൻ വെച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീയിറങ്ങാൻ നോക്കുന്നു. കണ്ടോ? നമ്മെ എടുത്ത് ഈ യാഗപീഠത്തിൽ വെച്ചു. എപ്പോൾ? രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത അന്ന് മുതൽ നമ്മെ യാഗമായി അർപ്പിച്ചു. ആ യാഗം അവസാനിക്കുന്നത് എന്നാണ്? അന്ത്യശ്വാസം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ കാഹളം കേൾക്കുന്ന നാൾ വരെ. അതുവരെ നമ്മൾ ആരാധനയില്ല. അങ്ങനെ ജീവിതം മുഴുവനും
ആരാധനയാക്കി മാറ്റിയ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന സമ്മേളനത്തിന്റെ പേരാണ് വിശുദ്ധ സഭായോഗം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ജീവിതം മുഴുവനും ആരാധനയാക്കി മാറ്റിയ വിശുദ്ധന്മാർ ഞായറാഴ്ച ഒരുമിച്ച് കൂടുക വിശുദ്ധ സഭായോഗത്തിൽ. അന്നെല്ലാവരും ഒരുമിച്ച് കൂടി കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയും അടക്ക പുനരുദ്ധാനത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തിരുമേശയിലൊക്കെ പങ്കുകൊണ്ട് പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ച് സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത്, പ്രബോധനമൊക്കെ ഉണ്ടെങ്കിൽ തമ്മിൽ കൈമാറ്റം ചെയ്ത്, ദൈവസഭയുടെ ദൂത് വല്ലതും ഉണ്ടെങ്കിൽ, പ്രവചനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ആ പ്രവചന ശബ്ദമൊക്കെ കേട്ട് വിവിധ ഭാഷകളുടെ വ്യാഖ്യാനം, ഭൂതങ്ങളുടെ മേൽ അധികാരം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് എവിടാണ്? വിശുദ്ധ സഭായോഗത്തിൽ. അല്ലാതെ സഭായോഗം വൺ മാൻ ഷോ അല്ല. സ്തോത്രം. അങ്ങനെ ആയിരുന്നു വിശുദ്ധ സഭായങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. കരിമൂർക്കം കൊത്തിയിട്ട് ഒരു മരുന്ന് പോലും എടുക്കാതെ പ്രാർത്ഥിച്ച് വിഷം പുറത്തിയാടിയ ചരിത്രം. സണ്ണി തോമസ് പറയുന്നയാൾ പ്രിയ സണ്ണിച്ചാട് ചോദിക്കണം, കുഴിക്കാലെ നടന്നിട്ടുണ്ട്. കുഴിക്കാലെ, മനസ്സിലായോ? അങ്ങനെ കൃപാവരങ്ങളുടെ ജ്വലനമൊക്കെ നടക്കുന്നത് വിശുദ്ധ സഭായോഗത്തിലാണ്. കാരണം ജീവിതം മുഴുവൻ ആരാധനയാണ്. വീട്ടിലിരിക്കുമ്പോഴും, തുണി കഴുകുമ്പോഴും, തുണി തേക്കുമ്പോഴും, അടുക്കള ജോലി ചെയ്യുമ്പോഴും, പയറരിയുമ്പോഴും, മീൻ വെട്ടുമ്പോഴും, തുണി കൊണ്ട് ഉണക്കാൻ ഇടുമ്പോഴും എല്ലാം നമ്മൾ ആരാധനയിലാണ്. മറന്നു പോകരുത്. യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആരാധനയിലാണ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് വണ്ടിയുടെ പുറത്ത് എഴുതിയാൽ മാത്രം പോരാ. ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതിയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ വേറൊരുത്തം വണ്ടി വല്ലാന്ന് കൊണ്ടുപോട്ടെ, അപ്പൊ കാണാം ഗിഫ്റ്റ് ഓഫ് ഗോഡിന്റെ തനിനിറം എന്താണ്. സ്തോത്രം. നോ 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 നോ. ഓട്ടോ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ആരാധനയില്ല. 30 രൂപയുള്ള ഓട്ടോ കൂലി അവൻ 40 ചോദിച്ചാൽ അവിടെ കാണുന്നു. നീ ബഹളം വെക്കരുത്, നീ ആരാധനയില്ല, യാഗപീഠത്തിന്മേല. മറന്നു പോകരുത്. 10 രൂപയുടെ അവൻ കൊണ്ടുപോയിക്കോട്ടെ, അതുകൊണ്ട് അവൻ ഒരേക്കർ സ്ഥലമൊന്നും മേടിക്കുകയല്ലോ. നമ്മൾ ആരാണെന്ന്, നമ്മൾ എവിടെ ഇരിക്കുന്നുള്ള ചിന്ത മറക്കരുത്. ജീവിതം മുഴുവനും ആരാധനയാക്കി മാറ്റിയ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുക വിശുദ്ധ സഭായോഗത്തിന് വേണ്ടി. അതെന്തോ ഒരു ആനന്ദമായിരിക്കും. അതുകൊണ്ട് ആ ലേവ്യാവസ്ഥയിൽ പറയുക, വിശുദ്ധ സഭായകം എന്ന ഉത്സവം നിങ്ങൾക്കുണ്ടായിരിക്കണം. വിശുദ്ധ സഭായകം എന്ന ഉത്സവം. ഞായറാഴ്ചത്തെ വിശുദ്ധ സഭായകം നമുക്ക് ഉത്സവമാണെന്ന്. നിങ്ങൾ എത്ര പേർ തൻ്റെ ഇടത്തോടെ പറയും ഞായറാഴ്ചത്തെ സഭായം ഞങ്ങൾക്ക് ഉത്സവമാണെന്ന്? നമ്മൾ പറയും എൻ്റെ പൊന്നെ പിന്നെ എവിടെയെങ്കിലും പോകണ്ട, അതുകൊണ്ട് പിന്നെ അങ്ങ് പോകുന്നേ ഉള്ളൂ. ശകലം പോലും മനസ്സുണ്ടായിട്ടില്ല, അങ്ങോട്ട് പോകണമെന്നേ ഇല്ല. പിന്നെ വേറെ എങ്ങോട്ടാ പോകുന്ന? നാട്ടുകാർ കണ്ടാൽ എന്തോ പറയുന്നോർത്ത് പിന്നെ അവിടെ തന്നെ അങ്ങ് പോവുക. അത് ഉത്സവമാണോ പ്രിയരെ? നോ. എൻ്റെ വാക്കൊക്കെ ഇവരാമുക്ക് സമയമായല്ലോ. അപ്പോൾ ആരാധന വേറെ, വിശുദ്ധ സഭായകം വേറെ. വിടുതൽ പ്രാപിച്ചവരാണ് ആരാധിക്കുന്നത്. ദൈവത്തിൽ അടുത്ത ആഴ്ചയിൽ ആരാധനയുടെ ജെനസിസ്, എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി 4 നിശ്ചയമായും അടുത്ത ക്ലാസ്സിൽ പറയാം. അതുവരെയും ദൈവം തന്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ.